Differentiable functions in complex plane. So suppose that if we have a complex function f defined in a neighborhood of a point z0, then the derivative of f at the point z0 is defined to be limit delta z tends to 0 f of z0 plus delta z minus f z0 divided by delta z provided the limit exists. Athayathu, suppose we have a complex function w is equal to fz. Okay, we have a complex function. Then if you want to find out the derivative, that is, what is derivative? dw by dz at the point z0. At the point z0, how will you evaluate the derivative dw by dz at the point z0? അപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളിത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, വിച്ച് ഇസ് കോൾഡ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് ലിമിറ്റ് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0 എഫ് ഓഫ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റും എഫ് സെറ്റ് നോട്ടും ഫൈൻഡ് ഔട്ട് ചെയ്യണം. എഫ് സെറ്റ് നമുക്കറിയാമല്ലോ. അപ്പോൾ സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റിന് പകരം സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടും. ആൻഡ് സെറ്റ് നോട്ട് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടും. ദെൻ ദെയർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ദെൻ വി ആർ അപ്ലൈയിങ് ദ ലിമിറ്റ് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0 ടു ദിസ് കോഷ്യന്റ് അല്ലേ. ഈ ഒരു റാഷണൽ ഫംഗ്ഷന് വേണ്ടി നമ്മൾ ലിമിറ്റ് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0 എന്ന് പറയുന്ന ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിമിറ്റ് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും, ചിലപ്പോൾ പറ്റുണ്ടാവില്ല. ഇനി അങ്ങനെ പറ്റുമെങ്കിൽ നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് അറ്റ് ദ പോയിന്റ് സെറ്റ് നോട്ട്. ഇനി എല്ലാ പോയിന്റ്സിനും ഇവർ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സെറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പോയിന്റ് അല്ലേ. സെറ്റ് നോട്ട് അല്ല, എല്ലാ പോയിന്റ്സിലും ഇത് ട്രൂ ആണെങ്കിൽ നമ്മൾ പറയും ആ ഫംഗ്ഷൻ മുഴുവനായിട്ടും ഡിഫറൻഷ്യബിൾ ആണ്. So when that function is differentiable, we can find out its derivative. Its derivative is either dw by dz എന്ന് എഴുതാം, അല്ലെങ്കിൽ you can write f dash of z എന്ന് എഴുതാം. So f dash z or dw by dz will be well defined. അപ്പോൾ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകുമ്പോൾ. എന്ന് പറഞ്ഞാൽ ലിമിറ്റ്സ് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0 എഫ് ഓഫ് സെറ്റ് നോട്ടിന് പകരം ഏത് സെറ്റ് കൊടുത്താലും സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ, സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് മൈനസ് എഫ് സെറ്റ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെറ്റ് എന്ന് പറയുന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ. ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാം കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന്. എ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് സെറ്റ് നോട്ട്. ഒരു ഫംഗ്ഷൻ സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് എഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് നോട്ട് ആയിരിക്കണം. അതായത് ലിമിറ്റ് ആദ്യം എക്സിസ്റ്റ് ചെയ്യണം, ലിമിറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ആ ലിമിറ്റിംഗ് വാല്യൂ എന്ത് തന്നെയാണോ അത് തന്നെ ആയിരിക്കണം അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റ് സെറ്റ് നോട്ട്. അപ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ എന്താവുന്നത്? കണ്ടിന്യൂസ് ആവുന്നത്. ഇത് ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് ആവുന്ന പോയിന്റിൽ നമ്മൾ ലിമിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഫംഗ്ഷൻ സെറ്റ് നോട്ടിൽ എന്താണെന്നും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ രണ്ട് വാല്യൂം ഈക്വൽ ആകുമ്പോഴാണ്, ലിമിറ്റിംഗ് വാല്യൂം ഫംഗ്ഷൻ വാല്യൂം ഈക്വൽ ആകുമ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ എന്താവുന്നത്? ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആവുന്നത്. എല്ലാ പോയിന്റ്സിലും ഈ പ്രോപ്പർട്ടി ഉണ്ടാകുമ്പോഴാണ് ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, എ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് means if it is continuous at every point. It is continuous at every point. അതായത് എല്ലാ പോയിന്റിലും ഈ പ്രോപ്പർട്ടി ഉണ്ടാവുമ്പോൾ, every point in the domain. ഓക്കെ, സോ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഡിഫറൻഷ്യബിൾ. എല്ലാ പോയിന്റ്സിലും ഇത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മളതിനെ ഫംഗ്ഷന് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് വിളിക്കും. അതുപോലെ കണ്ടിന്യൂറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് ആണ് ഇത്. ഈ പ്രോപ്പർട്ടി ഉണ്ടെങ്കിലാണ് ഫംഗ്ഷൻ ആ പോയിന്റിൽ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. എല്ലാ പോയിന്റിലും ഇതുണ്ടെങ്കിലാണ് ഈ ഫംഗ്ഷനെ മൊത്തമായിട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് വി ക്യാൻ സേ ദാറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എവരി differentiable function is always continuous. ഏതൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും അത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി നോക്കിയാലും മതി. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണെന്ന് ഉറപ്പാണ്. പക്ഷേ കണ്ടിന്യൂസ് ആണെന്ന് കരുതി ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അത് ഓർക്കണേ. ബട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ need not be differentiable. Continuous function need not be differentiable. ഇത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. എന്താണ് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എടുത്താലും അയാൾ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. ഓക്കെ,
So find the derivative of the following functions. First question, fz is equal to 3z raised to 4 minus 5z cube plus 2z. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് ഫംഗ്ഷൻ. എങ്ങനെയാണ് നമ്മളതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക? അപ്പോൾ നമുക്ക് ഓൾറെഡി ഡിഫറൻസിയേഷനിൽ പഠിച്ചിട്ടുള്ള എല്ലാ റൂൾസും നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എന്തെല്ലാം റൂൾസ് ഉണ്ട് നമുക്കറിയാം. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് 0 അല്ലേ. ഡി ബൈ ഡി സെഡ് ഓഫ് സി ഈക്വൽ ടു 0. അതായത് എഫ് സെഡ് ഇസ് ഈക്വൽ ടു 1, എഫ് സെഡ് ഇസ് ഈക്വൽ ടു 2 എന്നൊക്കെ പറയുന്ന വെറും കോൺസ്റ്റൻസ് സെഡ് ഒന്നും ഇല്ലാണ്ട് വെറും കോൺസ്റ്റൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും 0 ആയിരിക്കും. വിച്ച് ഈസ് എ റൂൾ ഫോർ ഡിഫറൻസിയേഷൻ. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? ഡി ബൈ ഡി സെഡ് ഓഫ് കെ ഇൻറ്റു സെഡ് അല്ലേ. ഡി ബൈ ഡി സെഡ് ഓഫ് കെ ഇൻറ്റു സെഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് കെ ഇൻറ്റു ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് കണ്ടുപിടിച്ചാൽ മതി. അതിൻ്റെ അർത്ഥം എന്താണ്? ഡി ബൈ ഡി സെഡ് ഓഫ് കെ സെഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നോക്കി 3 ഇൻറ്റു സെഡ് റേസ് ടു 4. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ 3നെ അവിടെ നിർത്തി സെഡ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഈ റൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഐ ക്യാൻ റൈറ്റ് ഡി ബൈ ഡി സെഡ് ഓഫ് 2 ഫംഗ്ഷൻസ് ഉണ്ട് വിചാരിക്കുക, എഫും ജിയും. അപ്പോൾ ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് ചെയ്യണം പ്ലസ് ഡി ബൈ ഡി സെഡ് ഓഫ് ജി ചെയ്യണം അല്ലേ. ഈ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഹിസ് ഡെറിവേറ്റീവ്. ഞാൻ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് സെഡ് എന്നാണ് എഴുതുന്നത്. എങ്ങനെയാണ് ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക? 3 ഇൻറ്റു സെഡ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാലോ. ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് റേസ് ടു എൻ, എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് നമ്മൾ കാണാം? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1, സെയിം ഫോർമുല. അപ്പോൾ സെഡ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ കാണാം? എൻ ഇൻറ്റു സെഡ് റേസ് ടു എൻ മൈനസ് 1. സോ യൂസിങ് ദാറ്റ് റൂൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 4 ഇൻറ്റു സെഡ് റേസ് ടു 3 മൈനസ് 5 ഇൻറ്റു സെഡ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കാണാം? ദ സെയിം റൂൾ അല്ലേ. 3 ഇൻറ്റു പവർ ഇൻറ്റു സെഡ് റേസ് ടു പവർ മൈനസ് 1, ദറ്റ് ഈസ് 3 ഇൻറ്റു സെഡ് റേസ് ടു 2 പ്ലസ് 2 ഇൻറ്റു സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? സെഡിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് എത്രയാണ്? അത് 1 ആണ് അല്ലേ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ചോദിച്ചാൽ 1 ആണ്. ഡി ബൈ ഡി വൈ ഓഫ് വൈ ചോദിച്ചാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് രണ്ടും ഒരേ വാല്യൂ ആണെങ്കിൽ, ഒരേ വേരിയബിൾ ആണെങ്കിൽ ആൻസർ എന്താണ്? 1 ആണ്. സോ 2 ഇൻറ്റു സെഡിൻ്റെ ഡെറിവേറ്റീവ് 1 ആയിട്ട് മാറുന്നു. ഓക്കെ, സോ ദിസ് വിൽ ബിക്കം 12 സെഡ് ക്യൂബ് 15 സെഡ് സ്ക്വയർ പ്ലസ് 2. സോ ദിസ് ഈസ് അവർ ഡെറിവേറ്റീവ് ഓഫ് എഫ്. So now we have f z is equal to z square divided by 4z plus 1. അപ്പോൾ ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ് അല്ലേ. ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഫോർമാറ്റിലുള്ള ഒരു ഫംഗ്ഷനാണ്. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെയാണ് കാണുക? നമുക്ക് ഫോർമുല ഉണ്ട്, ഓർക്കുന്നുണ്ടോ? കോഷ്യന്റ് റൂളിനൊരു ഫോർമുല ഉണ്ട്. എന്താ? ഡി ബൈ ഡി സെഡ് ഓഫ് യു ബൈ വി. അത് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക നമ്മൾ? അതായത് യു ബൈ വി ആണെങ്കിൽ ഡി ബൈ ഡി സെഡ് ഓഫ് യു പ്ലസ് d by d z of v, the derivative of denominator minus, I will write it as z term എഴുതാം. d by d z of f z divided by g z. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് സെഡ് എന്ന് എഴുതി കേട്ടോ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. അപ്പോൾ എഫ് സെഡ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് സെഡ് ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. സോ വിച്ച് ഈസ് ദ Quotient rule for differentiation. So I am going to apply this rule for find a derivative of this function. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെയാണ് കാണുക? ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഈസ് 4z പ്ലസ് 1 ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ അതായത് ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് സ്ക്വയർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഒരു ബ്രാക്കറ്റ് കൊടുക്കുക കേട്ടോ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 4z പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് whole divided by denominator square whole square. So which is equal to 4z plus 1 into what is derivative of z square? Z square derivative 2z ആണ് കേട്ടോ minus z square into what is derivative of 4z plus 1? 4z plus 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ വരണേ നോക്കി 4 into z-ൻ്റെ ഡെറിവേറ്റീവ് 1 plus 1ൻ്റെ ഡെറിവേറ്റീവ് 0 whole divided by 4z plus 1 the whole square. Or that is equal to multiply അല്ലേ 4z into 2z എന്ത് വരും 2 into 4 is 8 z into z is z square plus 1 into 2z is 2z. ഇനി ഇവിടെ എന്ത് വരും 4 into 1 plus 0 is 4 ആണ് അല്ലേ അപ്പോൾ 4 into minus z square that is minus 4z square whole divided by 4z plus 1 the whole square. So which is equal to 8z square minus 4z square is 4z square plus 2z divided by 4z plus 1 the whole square. ഓർമ്മയിൽ നമുക്കൊരു
2ഉം സെഡും ഔട്ട് സൈഡ് എടുക്കുക അല്ലേ. അപ്പോൾ എന്താ വരിക, 2 പോയി കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ, ഞാൻ സെഡ് മാത്രം ഔട്ട് സൈഡ് എടുത്താൽ എന്താ വരിക, സെഡ് മാത്രം ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 4z എന്ന് വരും, +2 എന്നാണ് വരുള്ളൂ അല്ലേ. ഓക്കെ, ഇറ്റ്സ് ഇനഫ്. ഡിവൈഡഡ് ബൈ 4z+1². നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനതിന് ഇങ്ങനെ തന്നെ എഴുതുകയാണ്. സോ ദിസ് വിൽ ബി ദ ഡെറിവേറ്റീവ് ഓഫ് അവർ ഗിവൺ ഫംഗ്ഷൻ f(z) = z² ഡിവൈഡഡ് ബൈ 4z+1. അപ്പോൾ എങ്ങനെ ചെയ്യണം, സാധാരണ ചെയ്യുന്ന പോലെ കോഷ്യന്റ് റൂൾ ഉപയോഗിക്കണം. നിങ്ങൾ z എന്ന് പറയുന്നത് x ആണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, f(z) = 4z³ - 3 + i. 3 + i എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ് കേട്ടോ. 3 + i z² - 5 × z+4. അപ്പോൾ f' എങ്ങനെയാണ് കാണുക, നമ്മൾ 4 × z³ ഡെറിവേറ്റീവ് 3z² ആണ്, മൈനസ് 3 + i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ നിങ്ങൾ അങ്ങനെ തന്നെ നിർത്തുക. 3 + i എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 അല്ലെങ്കിൽ ഒരു 10 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, അതിനവിടെ നിർത്തില്ലേ. അതേപോലെ 3 + i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ ഞാൻ അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. z² ഡെറിവേറ്റീവ് 2z മൈനസ് 5 × z ഡെറിവേറ്റീവ് 1 പ്ലസ് 4 ഡെറിവേറ്റീവ് എത്രയായിരിക്കും, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എപ്പോഴും 0 ആണ്. സോ ദാറ്റ് ഈസ് 0. സോ ദാറ്റ് 12z² മൈനസ് 3 + i ഇൻറ്റു 2z ആണ്. അപ്പോൾ 2ന് അകത്തേക്ക് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ വരിക നോക്കാം, 2 × 3 6 വരും, 2 × i is 2i വരും, 6 + 2i × z minus 5. So this will be our solution, that means our derivative. Okay. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് കാണുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഒരു റിയൽ നമ്പർ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടെ വെച്ചിരുന്നാൽ മതി. 3 + i നിങ്ങൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തൊന്നും ചെയ്യണമെന്നില്ല. 3 + i നമുക്ക് അതേപോലെ തന്നെ നിർത്താം. 3 + i എന്ന് നമ്മൾ എഴുതി, z² ഡെറിവേറ്റീവ് എഴുതി, ഉള്ളിലേക്ക് ജസ്റ്റ് ഈ 2 ഉള്ളത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ എഴുതി വെച്ചായിരുന്നല്ലോ മതി കേട്ടോ. So next question, f(z) = 2z+1 × z² - 4z + 8i. സോ ഇത് രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അങ്ങനെയല്ല എങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. ബട്ട് ഇറ്റ്സ് എ പ്രോഡക്റ്റ് റൂൾ, d/dz ഓഫ് ടു ഫംഗ്ഷൻസ് f(z) × gz ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഹൗ വിൽ യു ഫൈൻഡ് ദ ഡെറിവേറ്റീവ്, വി ഹാവ് ദി പ്രോഡക്റ്റ് റൂൾ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് second function into derivative of first function. So f(z) into g'(z) plus g(z) into f'(z). So which is the definition. അല്ലേ, ഇത് നമുക്കറിയാം. അപ്പോൾ ഇതിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. f'(z) is equal to ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ എഴുതി 2z+1 into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എഴുതണം, z² ഡെറിവേറ്റീവ് 2z മൈനസ് 4z ഡെറിവേറ്റീവ് 4 അല്ലേ, z ഡെറിവേറ്റീവ് 1 ആണ്, അപ്പോൾ 4 × 1 പ്ലസ് 8i എന്ന് പറഞ്ഞാൽ ഇവിടെ സെഡ് ഇല്ലല്ലോ, അപ്പോൾ നമ്മളതിന് എന്താണെന്ന് വിചാരിക്കണം, കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കണം. അപ്പോൾ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്താ, 0 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്തായിരുന്നു, z² - 4z + 8i, അത് അതേപോലെ തന്നെ എഴുതി. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താ, 2z ഡെറിവേറ്റീവ് 2 × 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, എൻ്റെ ഡെറിവേറ്റീവ് 0. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2z+1 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക് അല്ലേ, 2z+1 ഇൻറ്റു 2z - 4 plus z² - 4z + 8i into 2 into 1 ആണ് കേട്ടോ, 2 × 1 2 + 0 2. So which is equal to, when you multiply this 2 × 2 4z² minus 8z plus 2z minus 4, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2z² minus 8z plus 16i. So it is equal to ഒരേപോലുള്ള ടേംസ് ക്ലബ് അപ്പ് ചെയ്യുക, 4z² plus 2z² 6z² minus 8z minus 8z plus 2z, അപ്പോൾ എത്ര വരും, minus 14z വരും. ഓക്കെ, ഇനി ഇവിടെ ബാക്കിയുള്ളത് -4 ഇവിടെ ഉണ്ട്, പ്ലസ് 16i ഉണ്ട്. സോ ദിസ് വിൽ ബി അവർ സൊല്യൂഷൻ. ഓക്കെ, സോ നെക്സ്റ്റ്, what are analytic functions? This is very important. അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കണം, പഠിക്കണം. അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ w = f(z) നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് z0, ഒരു പോയിന്റിൽ
അറ്റ് സെഡ് നോട്ട് നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറയണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഡിഫറൻഷ്യബിൾ അറ്റ് സെഡ് നോട്ട്. ആദ്യം അതെന്തായിരിക്കണം? സെഡ് നോട്ടിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ വെറും സെഡ് നോട്ടിൽ മാത്രം ഡിഫറൻഷ്യബിൾ ആയാൽ പോരാ, സെഡ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നെയ്ബർഹുഡിൽ മുഴുവൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആദ്യം ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഉണ്ട്. സപ്പോസ് അത് സിയിൽ നിന്നും സിയിലേക്ക് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ. ഇതൊരു കോംപ്ലക്സ് പ്ലെയിൻ ആണ്, ഇതൊരു കോംപ്ലക്സ് പ്ലെയിൻ ആണ്. അപ്പോൾ ഇവിടുത്തെ കോംപ്ലക്സ് പ്ലെയിനിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷനാണ് എഫ്. സെഡിനെ ഡബ്ല്യൂയിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഇനി ഈ ഫംഗ്ഷൻ അനലിറ്റിക് അറ്റ് സെഡ് നോട്ട്, ഇവിടെ ഒരു സെഡ് നോട്ട് എടുത്തു ഞാൻ വിചാരിച്ചോളൂ. ഈ സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ് എന്ന് പറയണമെങ്കിൽ ആദ്യം എന്താവണം? ഡിഫറൻഷ്യബിൾ ആവണം. ആദ്യം എന്താവണം? എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സെഡ് നോട്ട് ആയിരിക്കണം. ഫസ്റ്റ് പോയിന്റ് ഓർക്കുക. എന്താണ് ഡിഫറൻഷ്യബിൾ അറ്റ് സെഡ് നോട്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ലിമിറ്റ്, ദാറ്റ് മീൻസ് ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0, എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഇത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എക്സിസ്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ആയിരിക്കണം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ചിലത് നമുക്ക് ഇൻഫിനിറ്റി എന്നൊന്നും വരാൻ പാടില്ല. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആയിട്ട് മാറണം ഇത്. ഓക്കെ, ഇത് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? ഇങ്ങനെ ഈ പോയിന്റിൻ്റെ കേസ് മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങൾ ഏതെങ്കിലും ഒരു റേഡിയസിൽ നിങ്ങളൊരു നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു നെയ്ബർഹുഡെങ്കിലും നമുക്ക് ഇങ്ങനെ കിട്ടണം. എന്ത്? ഈ നെയ്ബർഹുഡിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റ്സിലും നമ്മുടെ ഫംഗ്ഷൻ എന്താവണം? ഡിഫറൻഷ്യബിൾ ആവണം. അപ്പോൾ ഒരു പോയിന്റിൽ അനലിറ്റിക് ആവണമെങ്കിൽ കൂടി നമ്മുടെ ഫംഗ്ഷൻ ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു നെയ്ബർഹുഡിലെങ്കിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. സോ വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. F must be differentiable. F must be differentiable at every point of neighborhood of Z naught. സെഡ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു നെയ്ബർഹുഡ്. ഇതിപ്പോൾ ഒരു ചെറിയ നെയ്ബർഹുഡ് വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ വലിയ നെയ്ബർഹുഡ് വേണമെങ്കിലും ആവാം. ഏതെങ്കിലും ഒരു നെയ്ബർഹുഡെങ്കിലും വേണം. എങ്ങനെയാവുന്ന രീതിയിൽ? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെഡ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞു നെയ്ബർഹുഡെങ്കിലും വേണം. അവിടെയുള്ള എല്ലാ പോയിന്റ്സിലും നമ്മുടെ ഫംഗ്ഷൻ എന്താവണം? ഡിഫറൻഷ്യബിൾ ആവണം. അങ്ങനെയാണെങ്കിലേ സെഡ് നോട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ് എന്ന് പറയുള്ളൂ. അതുപോലെ നമ്മളെടുക്കുന്ന ഡൊമെയിനിൽ നമ്മുടെ ഏതാണോ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ അതിനകത്ത് മുഴുവൻ പോയിന്റ്സിലും അനലിറ്റിസിറ്റി വരുമ്പോഴാണ് നമ്മൾ ആ ഫംഗ്ഷനെ മുഴുവനായിട്ടും എന്ത് വിളിക്കുന്നത്? അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് അനലിറ്റിക് അറ്റ് എ പോയിന്റ്. അനലിറ്റിക് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ മാത്രമല്ല അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു നെയ്ബർഹുഡിലെങ്കിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഒന്ന്. അങ്ങനെ എല്ലാ പോയിന്റ്സിലും അനലിറ്റിസിറ്റി ഉണ്ടെങ്കിൽ, എല്ലാ പോയിന്റ്സിലും അനലിറ്റിക് ആണെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ ത്രൂ ഔട്ട് എന്ത് വിളിക്കും? അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് വിളിക്കും. സോ ഗീവ് ദ പോയിന്റ്സ് അറ്റ് വിച്ച് ദ ഗിവൺ ഫംഗ്ഷൻ വിൽ നോട്ട് ബി അനലിറ്റിക് എന്ന് പറഞ്ഞാൽ തന്ന ഫംഗ്ഷൻസിൽ അനലിറ്റിക് അല്ലാത്ത ഏതെല്ലാം പോയിന്റ്സാണ് ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷനിൽ ഏത് പോയിന്റിലാണ് അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്നത് എന്നാണ് ചോദ്യം. സോ എഫ് സെഡ് ഈക്വൽ ടു സെഡ് ബൈ സെഡ് മൈനസ് 3i ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നാൽ ഇത് അനലിറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ് അല്ലേ. റാഷണൽ ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആദ്യം ഡിനോമിനേറ്റർ വെൽ ഡിഫൈൻഡ് ആണോ, നോൺ സീറോ ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് അറിയണം നമ്മൾക്ക്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എവിടെയാണോ നോൺ സീറോ ആവുന്നത് അവിടെയേ നമ്മുടെ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആവത്തുള്ളൂ. അപ്പോൾ ഡിനോമിനേറ്റർ സെഡ് മൈനസ് 3i എന്ന് പറയുന്നത് സീറോ ആകുന്നത് എപ്പോഴാണ്? സെഡ് മൈനസ് 3i ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സെഡ് ഈക്വൽ ടു 3i ആവണം. ശരിയല്ലേ? സോ ഡിനോമിനേറ്റർ സീറോ ആകുന്ന പോയിന്റ്സിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താവില്ല? അനലിറ്റിക് ആവില്ല. മനസ്സിലാവുണ്ടോ? ഡിനോമിനേറ്റർ സീറോ ആകുന്ന പോയിന്റ്സിൽ നമ്മുടെ ഫംഗ്ഷൻസ് അനലിറ്റിക് ആവില്ല. അപ്പോൾ ഏത് പോയിന്റിലാണ് ഡിനോമിനേറ്റർ സീറോ ആകുന്നത്? സെഡിന് 3i കൊടുത്താലല്ലേ 3i മൈനസ് 3i സീറോ ആവുള്ളൂ. അപ്പോൾ സെഡിന് 3i കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ സീറോ ആകുന്നത്. Therefore I can say that f is not analytic. f എന്താവില്ല? അനലിറ്റിക് ആവുന്നില്ല. നോട്ട് അനലിറ്റിക് ആറ്റ് z ഈക്വൽ ടു 3i. അപ്പോൾ z ഈക്വൽ ടു 3i എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ അനലിറ്റിസിറ്റി ഇവിടെ നഷ്ടമാവുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് പ്രോബ്ലം, എഫ് സെഡ് ഈക്വൽ ടു സപ്പോസ് I write 2i divided by z square minus 6z plus 25. സോ ഡിനോമിനേറ്റർ സീറോ ആകുന്ന പോയിന്റ്സിൽ അനലിറ്റിസിറ്റി ഉണ്ടാവില്ല എന്നാണ് കേട്ടോ. അപ്പോൾ ഏത് പോയിന്റ്സിലാണ് ഡിനോമിനേറ്റർ സീറോ ആകുന്നത് നോക്കണം നമുക്ക്. അപ്പോൾ സെഡ് സ്ക്വയർ മൈനസ് 6z പ്ലസ് 25 സീറോ ആകുമ്പോഴാണ് നമ്മുടെ ഈ ഫംഗ്ഷന് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്.
സോ സെറ്റ് സ്ക്വയർ മൈനസ് 6z പ്ലസ് 25 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ് അല്ലേ? അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സോ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് ഫാക്ടറൈസേഷനോ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുലയോ ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇഫ് ഐ ഫാക്ടറൈസ് ദിസ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, വാട്ട് വിൽ ഐ ഗെറ്റ്? സമ്മ് 6ഉം മൈനസ് 6ഉം പ്രോഡക്റ്റ് 25 ആണ്. അപ്പോൾ അങ്ങനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പോകണം. ബൈ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല ഫോർമുല ഈസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഓർക്കുന്നുണ്ടാവും അല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ബിയുടെ വാല്യൂ ഈസ് മൈനസ് 6 ഹിയർ, സോ മൈനസ് 6 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ, ബി ഈസ് മൈനസ് 6 ആണ് ഇവിടെ വരുന്നത്, സോ മൈനസ് 6 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഈസ് 1 അല്ലേ? സെറ്റ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എ ഈസ് 1, സി ഈസ് ദി കോൺസ്റ്റൻറ്റ് ടേം 25 whole divided by 2 into 1. So which is equal to 6 plus or minus root 36 minus 100 whole divided by 2. So which is equal to 6 plus or minus, what is 36 minus 100? That is minus 64 divided by 2. That is 6 plus or minus, this can be written root of minus 64 നമുക്ക് എങ്ങനെ എഴുതാം? root of 64 into minus 1 എന്ന് എഴുതാം അല്ലേ? root of 64 into minus 1 whole divided by 2. That is 6 plus or minus, this can be written root 64 into root 2 minus 1. Because root of ab equal to root a into root b അല്ലേ? റൂട്ടിനകത്ത് രണ്ട് പേരുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രം. ഹിയർ 64 ഇൻറ്റു മൈനസ് 1 ആണ്. അപ്പോൾ ഇതിനെ റൂട്ട് 64 ഇൻറ്റു റൂട്ട് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 6 പ്ലസ് ഓർ മൈനസ്, വാട്ട് ഈസ് റൂട്ട് 64? റൂട്ട് 64 ഈസ് 8 ആണ് അല്ലേ? 8 സ്ക്വയർ ആണ് 64 ആവുന്നത്. സോ റൂട്ട് 64 വിൽ ബി 8. റൂട്ട് മൈനസ് 1 ഈസ് കൺസിഡർഡ് ടു ബി ദ കോംപ്ലക്സ് നമ്പർ i. അപ്പോൾ റൂട്ട് മൈനസ് 1നെ എങ്ങനെ എഴുതാം? i എന്ന് എഴുതാം, 2. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ഇതിന് 2 കോമൺ ആയിട്ട് ഞാൻ ഔട്ട് സൈഡ് എടുക്കുകയാണ്. സോ 3 പ്ലസ് ഓർ മൈനസ് 4i ഹോൾ ഡിവൈഡഡ് ബൈ 2. ശരിയല്ലേ? 6ലും 2 ഉണ്ട്, 8ലും 2 ഉണ്ട്. അപ്പോൾ 2 ഔട്ട് സൈഡ് എടുത്തു. സോ ദിസ് വിൽ ബി ക്യാൻസൽ. സോ വി ഗെറ്റ് ഐദർ 3 പ്ലസ് 4i, 3 മൈനസ് 4i. ദീസ് ആർ ദ റൂട്ട്സ്. അപ്പോൾ നമുക്ക് റൂട്ട്സ് കിട്ടിയിട്ടുണ്ട്. 3 പ്ലസ് 4iയും 3 മൈനസ് 4iയുമാണ് റൂട്ട്സ്. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതാം 2i ഡിവൈഡഡ് ബൈ, ദിസ് ക്യാൻ ബി റിട്ടൺ. ഈ പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ എഴുതാൻ? രണ്ട് റൂട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പോളിനോമിയലിനെ മാറ്റി എഴുതുന്നത്? സോ ദിസ് ക്യാൻ ബി റിട്ടൺ z മൈനസ് ഫസ്റ്റ് റൂട്ട്, ദറ്റ് ഈസ് z മൈനസ് 3 പ്ലസ് 4i ഇൻറ്റു z മൈനസ് 3 മൈനസ് 4i. ഇങ്ങനെയല്ല നമ്മൾ എഴുതുക? യെസ്. അപ്പോൾ രണ്ട് റൂട്ട്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് z മൈനസ് ഫസ്റ്റ് റൂട്ട് ഇൻറ്റു z മൈനസ് സെക്കൻഡ് റൂട്ട്. This will be the factorization of this polynomial. So which is equal to 2i divided by, I can write z minus 3 minus 4i into z minus 3 plus 4i. Okay, so this will be the factorization of fz. ഇനി എപ്പോഴാണ് എഫ് അനലിറ്റിക് ആവാത്തത് നമുക്ക് പറയാമല്ലോ? ഡിനോമിനേറ്റർ 0 ആകുന്ന സമയത്താണ് അനലിറ്റിക് ആവാത്തത് എന്നറിയാം. അപ്പോൾ എപ്പോഴാണ് ഡിനോമിനേറ്റർ 0 ആകുന്നത്? ഡിനോമിനേറ്റർ ഈസ് 0 ഓൺലി വെൻ സെഡ് ഇസ് ഈക്വൽ ടു, അല്ലേ? ഇതൊക്കെ സെഡിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തത് നമ്മൾ. സെഡ് ഇസ് ഈക്വൽ ടു ഈ രണ്ട് വാല്യൂ ആകുമ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്തത്. ദെർഫോർ ഐ ക്യാൻ റൈറ്റ് എഫ് ഈസ് നോട്ട് അനലിറ്റിക്, എഫ് ഈസ് നോട്ട് അനലിറ്റിക് അറ്റ് ദ പോയിൻറ്റ്സ് z ഈക്വൽ ടു 1 3 പ്ലസ് 4i ആകുമ്പോഴും 2 3 മൈനസ് 4i ആകുമ്പോഴും. ഇപ്പോൾ ഈ രണ്ട് കേസ് സെഡിന് ഈ രണ്ട് വാല്യൂ കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 ആകുന്നു. ആ സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആവുന്നില്ല. ബാക്കിയുള്ള സമയത്തൊക്കെ അനലിറ്റിക് ആണ് കേട്ടോ. ആ രണ്ട് പോയിൻറ്റ്സിൽ മാത്രമാണ് അനലിറ്റിക് അല്ലാത്തത്.